നേത്ര ചികിത്സയ്ക്ക് മുഖ്യമന്ത്രി ചെന്നൈയിൽ. തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടാ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേത്ര ചികിത്സക്കായി ചെന്നൈയിലെ ആശുപത്രിയിലെത്തി. അദ്ദേഹത്തിന് തിമിര ശസ്ത്രക്രിയ നേരത്തെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് തിരക്കിലായതിനാൽ വൈകുകയായിരുന്നു. വെള്ളിയാഴ്ചയോടെ അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് വിവരം. അപ്പോ ഈ വാർത്ത കണ്ടപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ കാതുകളിൽ അപ്പം മുഴങ്ങിയത് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മുമ്പ് ഒരു വേദിയിൽ വെച്ച് സംസാരിച്ചതാ. അമേരിക്കയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, ദുബൈയിൽ നിന്ന് ഒക്കെ ആളുകൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ നമ്പർ 1, രാജ്യത്തെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ആരോഗ്യ മേഖലയായിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തേടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? കേരളത്തിലേക്ക് വരുന്നത് എന്തിനാ? ചികിത്സക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ കേരളത്തിലേക്കാണ് വരുന്നത് എന്നുള്ള പിണറായി വിജയൻ്റെ വാക്കുകളാണ് എൻ്റെ കാതുകളിൽ മുഴങ്ങിയത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് PR വർക്കുകൾ നടത്തുകയും എന്നാൽ തൻ്റെ ആവശ്യം വരുമ്പോൾ ഈ 1-ാം നമ്പർ ആരോഗ്യ മേഖലയുള്ള കേരളത്തിൽ നിന്ന് 2ാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ ഈ തിമിര ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സംഭവമാണോ? ഈ ശസ്ത്രക്രിയകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് ആശുപത്രികളിൽ നടത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളുള്ള നമ്മുടെ കേരളം, ആ കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഇത്രയും ആശുപത്രികൾ തിമിര ശസ്ത്രക്രിയ ഉണ്ടായിട്ടും ഇവിടെയൊന്നും ഇത് ചെയ്യാതെ തമിഴ്നാട്ടിൽ പോയി ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമായിട്ട് വിജയന് പോലും ഉറപ്പില്ല. കാരണം ഇനി തിമിര ശസ്ത്രക്രിയക്കാണ് പോകുന്നത്. ഈ തിമിര ശസ്ത്രക്രിയക്ക് പോയിട്ട് അവസാനം കണ്ണില്ലാതെ തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ള ആ ഭയം തന്നെയാണ് ചെന്നൈയിലേക്ക് പറക്കാൻ പിണറായി വിജയനെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ പിണറായി വിജയൻ്റെ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും. വാക്കിൽ അല്ലെങ്കിൽ സംസാരത്തിൽ വേദി കിട്ടിയാൽ മൈക്കിന് മുമ്പിൽ കയറിയാൽ വലിയ ആഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുക. എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ധൈര്യം പോരാ. സ്വന്തം കാര്യം വരുമ്പോൾ ഇവിടെ ചികിത്സിക്കാൻ, ഒരു തിമിരത്തിന് പോലും ഇവിടെ ചികിത്സിക്കാൻ പോരാ. അതിനുള്ള ധൈര്യം പിണറായി വിജയനില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് തള്ളു മാത്ര. തള്ളി വിടുകയാണ്, ആഞ്ഞ് തള്ളുകയാണ്. വിജയനും സഖാക്കളും വിജയൻ സേനയും ഒക്കെ ചേർന്ന് അങ്ങ് തള്ളി വിടുക അല്ലേ? തള്ളു മാത്രമേ ബാക്കിയുള്ളൂ. വിജയന് അത് മാതൃകയാവണ്ടേ? ഇപ്പോൾ ഓക്കെ, കേരളം എല്ലാം നമ്പർ 1 ആണ്, എല്ലാം ഓക്കെ. അപ്പോൾ ആയിക്കോട്ടെ, സമ്മതിക്കുക, കേരളം നമ്പർ 1 ആകും വേണം. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ലോകത്തിൽ നമ്പർ 1 ആകണം നമ്മുടെ കേരളം, നമുക്ക് അഭിമാനമാകണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ വിജയൻ ഇവിടെ തന്നെ ചെയ്തിട്ട് മാതൃക കാണിക്കണ്ടേ? കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയല്ലേ. ഇപ്പോഴും മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയനാ. ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വ്യക്തി മാതൃകയാവേണ്ടേ? ഈ നമ്പർ 1 ആണ് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ കാണിക്കണ്ടേ? ഇത് പ്രവൃത്തിയിലൂടെ പ്രാക്ടിക്കലി അത് പ്രാവർത്തികമാക്കിയിട്ട് അത് ചെയ്ത് കാണിക്കുകയല്ലേ പിണറായി വിജയൻ വേണ്ടത്? അതിന് പകരം പിണറായി വിജയൻ തന്നെ പറയുന്ന 1-ാം സ്ഥാനത്തിന് താഴെയുള്ള ആ സ്ഥലത്ത് പോയിട്ട് ചികിത്സ എടുക്കുന്നത് എന്തിനാ? അങ്ങനെയാണല്ലോ. ഇപ്പം രാജ്യത്ത് കേരളമാണ് എല്ലാത്തിലും 1-ാം സ്ഥാനത്ത്. അപ്പോൾ ബാക്കിയുള്ള ഇടങ്ങളോ ഒക്കെ 2-ാം സ്ഥാനത്താണ്. അപ്പം 2-ാം സ്ഥാനത്തുള്ളിടത്ത് പോയിട്ട് ഈ പറയുന്ന തിമിര ശസ്ത്രക്രിയ നടത്താൻ വിജയന് എന്താ ഇച്ചിരി ഒരു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു നാണക്കേടുണ്ടാവില്ല നമ്മുടെ മുഖത്ത്. അത് തോന്നില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട്, ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്നോ ഗൾഫ് കൺട്രികളിൽ നിന്നൊന്നും ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്നൊന്നും പറയുന്നില്ല ചികിത്സക്ക്. നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുമുണ്ട് അല്ലേ? നമ്മുടെ അനുഭവത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്കല്ല എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. അത് മാത്രമേ പോയിന്റുള്ളൂ. അവരൊക്കെ വന്നത് ഇപ്പോൾ നമുക്ക് പരിചയമുള്ള, നമ്മുടെ അറിവിലുള്ള, നമ്മളുമായിട്ട് ബന്ധമുള്ള പല ആളുകളും ഞാൻ കേരളത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്ന ആളുകളുണ്ട്. ചില ആളുകൾക്കെല്ലാം ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്.
ഇവിടെ വരാനും ചികിത്സക്ക് കാലയളവ് ഇവിടെ താമസിക്കുവാനും ഉള്ള ചില സൗകര്യങ്ങൾ ചില ഇടങ്ങളിൽ ചില സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ എവിടെയാ വന്നത്, ഏത് ആശുപത്രിയിലാണ് ചികിത്സിച്ചത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. ചില സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്, അവരൊക്കെ ചികിത്സിച്ചിട്ട് പോയതും. അപ്പോൾ വിജയം പറയും പോലെ ഈ ഗവൺമെൻറ് ആശുപത്രിൻ്റെ മൊഞ്ച് കണ്ടിട്ട് ഒരാളും ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ ഗവൺമെൻറ് ആശുപത്രിൻ്റെ മൊഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യത്തെക്കുറിച്ച് പിണറായി വിജയന് പോലും സംശയമാണ്. ആ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കാരണം ഇനിയെങ്ങാനും അവിടെ പോയിട്ട് തിമിരം ശസ്ത്രക്രിയക്ക് പോയിട്ട് ലാസ്റ്റ് ഒരു കണ്ണ് തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് പിണറായി വിജയന്. അപ്പോൾ പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും ചെന്നൈയിലേക്ക് പോകും അല്ലേ. അപ്പം തള്ളിന് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പിണറായി വിജയൻ ഇപ്പോൾ എവിടെ പോയി ചികിത്സിക്കണം എന്നൊക്കെ ഉള്ളത് പിണറായി വിജയൻ്റെ താല്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ ചെയ്യുന്നത് നികുതി പണത്തിൽ നിന്ന് കൂടിയുള്ളതാണ്. എല്ലാ ചെലവും നികുതി പണത്തിൽ നിന്നാണ് എന്നുള്ളത് കൂടിയുണ്ട് അതിൻ്റെ പ്രത്യേകത. അപ്പം ചോദ്യങ്ങൾ ഉണ്ടാകും. സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചെയ്യുന്നതും നികുതി പണത്തിൽ നിന്നെടുത്ത് ചെയ്യുമ്പോൾ അതിന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാ. പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോൾ ചോദിക്കും പറയുന്നുമില്ല. പക്ഷേ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് എക്സ്പെൻഡിച്ചർ എഴുതിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ചോദ്യങ്ങളായിട്ട് വരും. ആ ചോദ്യങ്ങൾ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ തള്ള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാ. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്ക്. പിണറായി വിജയന് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന 10 വർഷക്കാലം, അതിന് മുൻപും പിണറായി വിജയൻ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ മുൻപ് പിണറായി വിജയൻ അമേരിക്ക പോയി ചികിത്സിച്ചിട്ടുണ്ടോ? ചെന്നൈയിൽ പോയി ചികിത്സിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ചികിത്സകൾ അത്രയും കേരളത്തിലായിരുന്നു. പക്ഷേ ഈ പറയുന്ന 10 വർഷം പിണറായി വിജയൻ എല്ലാ ചികിത്സയും അമേരിക്കയും ലണ്ടനും ദുബൈയും ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും നമ്മൾ വായിച്ചതും നമ്മളോട് പലരും പറഞ്ഞതും എല്ലാം തള്ളുകൾ മാത്രമായിരുന്നു. പച്ച നുണ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് കുറവുകളുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിലാണ് പുറത്തു പോയതെങ്കിൽ ഓക്കെ, അതിന് അവിടെ ഒരു കുറവുണ്ട് അതുകൊണ്ട് പോയി എന്നെങ്കിലും പറയാം. ഇതങ്ങനെയല്ലല്ലോ. തിമിര ശസ്ത്രക്രിയയൊക്കെ വളരെ കൃത്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന ആശുപത്രികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് ചെന്നൈ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചിലവ് ഒന്നാമത് ചിന്തയില്ല. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു പ്രൈവറ്റിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അവിടെ ചികിത്സിക്കാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളതാ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ഇത് പോക്കറ്റിൽ നിന്നല്ല, ഇത് ഖജനാവിൽ നിന്നാണ്. അപ്പോൾ ഫണ്ടിനെ പറ്റി ചിന്തയില്ല. അപ്പോൾ എവിടെ വേണമെങ്കിലും പോകാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ നാട്ടിൽ ഈ നമ്പർ വൺ എന്ന് പറയുന്ന തള്ള് മാത്രമുള്ളത് കൊണ്ട് അത്ര അങ്ങ് ധൈര്യവും പോരാ പിണറായി വിജയൻ എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ താല്പര്യങ്ങളല്ലേ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ. ഒരു ഇഷ്ടമില്ല. ഈ ഇഷ്ടമൊന്നും ഉണ്ടാവും, ഇത് ഇഷ്ടവും ഇഷ്ടക്കേടും ഉണ്ടാവണപ്പാ. ഇത് പൊതുഖജനാവിൽ നിന്നുള്ള പണമാകുമ്പോൾ അങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമാണെങ്കിൽ ഒക്കെ എന്ത് വേണം ചെയ്യാം, എവിടെ വേണമെങ്കിലും പോകാം, എന്ത് ചികിത്സ വേണമെങ്കിലും നടത്താം, അതിലൊന്നും കാര്യമില്ല. പക്ഷേ പൊതുഖജനാവിൽ നിന്നാണ് പണമെങ്കിൽ ഈ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി, നമ്മൾ നമ്പർ 1 ആണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി, നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ്, ലോകത്തെവിടെയും ഇല്ലാത്തതാണ്, അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്ന വ്യക്തി ചെയ്ത് കാണിക്കണം, മാതൃകയാവണം. എന്നിട്ട് സ്വയമേ ഒരു ബ്രാൻഡായിട്ട് കേരളത്തിനുള്ള ഒരു പരസ്യമാക്കി മാറ്റണം. അതാണ് വേണ്ടത്. മറിച്ച് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നു, എന്ന് അവകാശപ്പെടുന്നു, എന്നിട്ട് ഇയാൾ ഇതിനൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അതൊരു ശരിയുള്ള ഏർപ്പാടല്ല. അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ
എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, അത് ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും തള്ളുകൾക്കൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഒക്കെ ഈ ലെവലിലേക്ക് എത്തിയത് ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ച. അത് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ സംഭാവനകളുണ്ട്, പിണറായി വിജയൻ സർക്കാരിന്റെ സംഭാവനകളുണ്ട്. എന്നാൽ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റവും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് ഏത് മേഖലയിൽ ഉണ്ടായതാണെങ്കിലും അതിൻ്റെയൊക്കെ എല്ലാം ഹോൾസെയിൽ തന്ത എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമാണോ? അല്ല. കാരണം മുൻഗാമികളായിട്ടുള്ള പല ഭരണാധികാരികളും ചെയ്തു വെച്ചതിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്ന് അത് പരിപൂർണതയിലേക്ക് എത്തി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു അതിങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിണറായി വിജയൻ വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഈ ഹോൾസെയിൽ തന്തയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നുള്ളതാ. പിന്നെ ആ ഹോൾസെയിൽ തന്തയല്ല തൻ്റെത് മാത്രമല്ല ഇത്. ഇവിടെ ഇപ്പോഴും നമ്പർ 1 ആയിട്ടില്ല, പോരായ്മകളുണ്ട്, ധൈര്യം കുറവുണ്ട് എന്നുള്ളത് പിണറായി വിജയന്റെ പ്രവർത്തികളിലൂടെ തെളിയിക്കുക. പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾക്ക് പിണറായി വിജയന് പോലും അതിനെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാൻ, പൂർണ്ണമായിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പിണറായി വിജയന്റെ പ്രവർത്തികൾ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.